കോതമംഗലത്ത് വോട്ടെടുപ്പ് ശാന്തം. പ്രമുഖർ അതത് ബൂത്തുകളിലെത്തി രാവിലെ തന്നെ വോട്ട് ചെയ്തു. വിജയപ്രതീക്ഷയിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. ഒരു റിപ്പോർട്ട്. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ എല്ലാ ബൂത്തുകളിലും രാവിലെ തന്നെ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം കുടുംബസമേതം സെന്റ് ജോർജ് സ്കൂളിലെ 82-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും തന്റെ വിജയം സുനിശ്ചിതമാണെന്നും സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം പറഞ്ഞു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഐക്യജനാധിപത്യ മുന്നണി. ഈ തെരഞ്ഞെടുപ്പിൽ കോതമംഗലത്ത് ഉജ്ജ്വലമായ വിജയം നേടും. സംസ്ഥാനത്തുടനീളം UDFന്റെ തരംഗം ആഞ്ഞടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ദുർഭരണം നടത്തുന്ന ഈ സർക്കാർ മാറണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. കോതമംഗലം നിയോജകമണ്ഡലം കഴിഞ്ഞ 10 വർഷമായി വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച നിയോജകമണ്ഡലമാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാനോ പുതിയ പരിപാടികൾ നടപ്പിലാക്കാനോ കഴിയാതെ പോയ, എല്ലാ തരത്തിലും വികസനത്തിന് തടസ്സം നിന്ന 10 വർഷങ്ങളാണ് കോതമംഗലത്തുണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വികസന തട്ടിപ്പിനെതിരെ ശക്തമായി വിധി എഴുതും. ജനങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കോതമംഗലത്ത് ഐക്യജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടി ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കും. ജനങ്ങളുടെ വലിയ മുന്നേറ്റമാണ് ഉടനീളം കാണാനായിട്ട് കഴിയുന്നത്. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സെന്റ് ജോർജ് സ്കൂളിലെ 81-ാം ബൂത്തിലാണ് വോട്ട് ചെയ്തത്. ബിഷപ്പ് ജോർജ് മടത്തിക്കണ്ടത്തിൽ 16 ബിഷപ്പ് ജോർജ് മടത്തിക്കണ്ടത്തിൽ 911 കോതമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിലെ 137-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യ സ്റ്റെഫിയോടൊപ്പം എത്തിയാണ് ആന്റണി ജോൺ വോട്ട് രേഖപ്പെടുത്തിയത്. LDF വൻ വിജയം നേടുമെന്നും ഭരണ തുടർച്ചയുണ്ടാകുമെന്നും ആന്റണി ജോൺ മീഡിയ 60യോട് പറഞ്ഞു. എൻ്റെ മാതൃവിദ്യാലയം കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിലെ 137-ാം നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ എത്തി വോട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും മികച്ച നിലയിലുള്ള പോളിംഗ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കുറേ ബൂത്തുകളിൽ പോയതിനു ശേഷമാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഭാര്യയോടൊപ്പം ഇവിടെ എത്തിയത്. എല്ലാ പ്രദേശങ്ങളിൽ കടന്നു ചെല്ലുമ്പോഴും ജനങ്ങളുടെ ഒരു മികച്ച പ്രതികരണം, മികച്ച പിന്തുണയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ചിരുന്നത്. അത് പോളിംഗ് ദിവസവും നമ്മൾ ബൂത്തുകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ആ നിലയിലുള്ള ഒരു പ്രതികരണങ്ങൾ തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി കോതമംഗലത്തെ ജനങ്ങൾ എനിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മികച്ച ഭൂരിപക്ഷത്തോടു കൂടി കോതമംഗലം മണ്ഡലത്തിലെ ഒരു ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും. എല്ലാവരും നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പ്രചരണത്തിന്റെ നാളുകളിലെല്ലാം ആ നിലയിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. അത് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസവും എല്ലാ ബൂത്തുകളിലും നമ്മൾ കടന്നു ചെല്ലുമ്പോഴും ആ നിലയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്.
BJP സ്ഥാനാർത്ഥി അജി നാരായണൻ ചേലാട് ബസാനിയ പബ്ലിക് സ്കൂളിലെ 68-ാം ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഡീൻ കുര്യാക്കോസ് MP മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ കുളപ്പുറം സെന്റ് ജോർജ് LP സ്കൂളിലെ 109-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. ഭാര്യയ്ക്കും സഹോദരനും ഒപ്പമെത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് UDF 100-ലധികം സീറ്റ് നേടി ഭരണത്തിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 100-ലധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായ ഒരു തിരിച്ചുവരവ് യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പുണ്ട്. ആ വലിയ മുന്നേറ്റത്തിൽ അതിനെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ആവേശം പകരുന്ന ഒരു ഉജ്ജ്വല വിജയമാണ് മൂവാറ്റുപുഴയിൽ ശ്രീ മാത്യു കുഴൽനാടന് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൂവാറ്റുപുഴയുടെ ഇന്നുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഒരു UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ മാത്യു ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നത്. അതിനനുസരിച്ചുള്ള എല്ലാ രാഷ്ട്രീയ ചുറ്റുപാടും നമ്മുടെ ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏത് മുക്കിനും മൂലയിലും അതിനനുസരിച്ചുള്ള ഒരു ജനവികാരം നിലനിൽക്കുന്നു. അതെല്ലാം നല്ല വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പിന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും നല്ല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കാര്യത്തിൽ മറ്റ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വർദ്ധിതമായ ആവേശമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കെട്ടുറപ്പുണ്ടായിരുന്നു, ഒത്തൊരുമയുണ്ടായിരുന്നു. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കാൻ കഴിഞ്ഞു. അടുക്കും ചിട്ടയുമുള്ള ആ പ്രവർത്തനങ്ങൾക്ക് കൂടിയുള്ള ഒരു നല്ല അംഗീകാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമെല്ലാം നല്ല വിധത്തിലുള്ള ലീഡ് കരസ്ഥമാക്കി ഒരു ചരിത്ര മുന്നേറ്റമായി മൂവാറ്റുപുഴയിൽ ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്യു കുഴൽനാടൻ MLA പോത്താനിക്കാട് ആയങ്കര 106-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. ഭാര്യ എൽസ കാതറിൻ ജോർജിനോടൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. കാലത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കുടുംബത്തോടൊപ്പം വന്നാണ് ചെയ്തത്. ഇനി എല്ലാ ബൂത്തുകളിലും കഴിയുന്നത്ര ബൂത്തുകളിൽ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ളൊരു നടപടിക്രമം. അപ്പൊ പ്രവർത്തകരെല്ലാവരും സജീവമായിട്ട് ബൂത്തിലുണ്ട്. രാവിലെ തന്നെ ഫീൽഡിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഒന്ന് വന്ന് കാര്യങ്ങളൊന്ന് വിലയിരുത്തി ഇന്നത്തെ ദിവസം അവസാനം സമാപനത്തിലേക്ക് നീങ്ങും. അതിനുശേഷം ഞങ്ങൾ വിശദമായിട്ട് വൈകുന്നേരം വീണ്ടും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ എല്ലാവരും സമ്മേളിച്ച് കാര്യങ്ങൾ വിലയിരുത്തി പിരിയും. ഇതാണ് ഇന്നത്തെ ഒരു ഷെഡ്യൂൾ. മൂവാറ്റുപുഴ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി സണ്ണി കടൂത്താഴെ ചേലാട് ബസാനിയ സ്കൂളിൽ ബൂത്ത് നമ്പർ 2-ൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.